രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് 6 വയസ്സ്. 40 CRPF ജവാന്മാരാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത്. വീരബലിദാനികൾക്ക് ടീം ജനത്തിന്റെ പ്രണാമം. 2019 ഫെബ്രുവരി 14 താഴ്വരയിലെ പലയിടങ്ങളിൽ ഡ്യൂട്ടി പൂർത്തിയാക്കിയ CRPF ജവാന്മാരെ ശ്രീനഗറിലെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന വാഹനവ്യൂഹം ദേശീയപാതയിലൂടെ കടന്നുവരവെ അവന്തിപ്പോര മേഖലയിലെത്തിയപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ജവാന്മാരുടെ വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ ഇടിച്ചു കയറ്റിയത്. ഓരോ ദേശസ്നേഹിയുടെയും നെഞ്ചിൽ മായാത്ത മുറിവായി ആ 40 ജവാന്മാരുടെ വീരമൃത്യു. പിറന്നാടിനു വേണ്ടി ജീവൻ ഹോമിച്ച ആ ജവാന്മാരുടെ വീരബലിദാനം ശത്രുവിന്റെ ഉന്മൂലനത്തിനുള്ള ഊർജമായി മാറി. കൃത്യം 12 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 26 അർദ്ധരാത്രി ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ മറികടന്ന പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ഭസ്മമാക്കി. 1971 ശേഷം നിയന്ത്രണ രേഖ മറികടന്ന ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രത്യാക്രമണം കൂടിയായിരുന്നു ബലാക്കോട്ടിലേത്. ശത്രു രാജ്യത്തിന്റെ സംരക്ഷണയിൽ മറയിരുന്ന് ഭാരതമാതാവിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന 300-ലധികം കൊടും ഭീകരരെയാണ് ഒറ്റ രാത്രി കൊണ്ട് വ്യോമസേന കാലപുരിക്കയച്ചത്. ഭാരതത്തിന്റെ പ്രതിരോധ ശക്തിയിൽ ഒരു നാഴികക്കല്ലായി അത് മാറി. ഇത് പുതിയ ഭാരതമാണെന്ന് ലോകത്തിന് മുഴുവൻ നൽകിയ സന്ദേശം കൂടിയായി മാറി ബലാക്കോട്ടിലെ തിരിച്ചടി. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് രംഗത്തെത്തി. തെളിവിനായി മനുഷ്യബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന ഭീകരന്റെ വീഡിയോയും പുറത്തുവിട്ടു. എന്നാൽ തങ്ങളുടെ പ്രിയ കൂടപ്പിറപ്പുകളുടെ ജീവത്യാഗത്തിന് എണ്ണം പറഞ്ഞ മറുപടി ഭാരത സൈന്യവും നൽകി. പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കാളിയായ എല്ലാ ഭീകരരെയും സൈന്യം വധിച്ചു. മുഖ്യ സൂത്രധാരൻ മസൂദ് അസറും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പിറന്ന നാടിനായി ജീവൻ നൽകിയ ഭാരതമാതാവിന്റെ വീരപുത്രന്മാർക്ക്, ധീര സൈനികർക്ക് ടീം ജനത്തിന്റെ പ്രണാമം. നാഷണൽ ഡെസ്ക്, ജനം.